ചേട്ടാ, ഗീതു മോഹൻദാസ് യാഷ് എന്ന് പറയുന്ന പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാറിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് കണ്ടിട്ട് ഇൻ്റർനെറ്റ് ലോകം ഇപ്പം ഞെട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ടോക്സിക് എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ ഇറങ്ങി, 4 ദിവസമായി ഇറങ്ങിയിട്ട് വലിയ വൈറലാവുകയാണ് ട്രെയിലർ, ഒപ്പം ചർച്ചയാവുകയാണ്. ടോക്സിസിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ട്രെയിലറാണ്, സ്ത്രീയെ ഒരു ഉപഭോഗ വസ്തുവായി കാണിക്കുന്നു. ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഗീതു മോഹൻദാസിൻ്റെ മുൻ നിലപാട്, കസബയിൽ അവരെടുത്ത നിലപാട് ഇതായിരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വിമർശനം ഗീതു മോഹൻദാസിനെ എയറിൽ കയറ്റുന്നത്. യഥാർത്ഥത്തിൽ ആ ട്രെയിലർ കുഴപ്പമാണോ? ആ ട്രെയിലറിൽ കുഴപ്പമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ആളുകൾക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്ന് പറയുന്നത്, സിനിമ എന്ന് പറയുന്ന ഒരു കലാരൂപമാണ്, ഒരു ആവിഷ്കാരമാണ്. ആ കലാവിഷ്കാരത്തിൽ സ്വാഭാവികമായിട്ടും ഒരു കഥാപാത്രത്തെയാണ് വരച്ച് കാട്ടുന്നത്, അല്ലാതെ സ്വന്തം വായിൽ നിന്നുള്ള ഡയലോഗല്ല പറയുന്നത്. അതേസമയം ഇപ്പോൾ രഞ്ജിത്തിൻ്റെ സിനിമകളൊക്കെ നമ്മൾ വേറൊരു കാറ്റഗറി കണ്ടാണ്. കാരണം എല്ലാ സിനിമകളിലും പുള്ളിയുടെ മാനസികമായ ഒരു അടിമത്വമൊക്കെ അതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതിനെയൊക്കെ നമുക്ക് വിമർശിക്കാം. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ കസബയിൽ പാർവതി എന്ന് പറഞ്ഞ ഡയലോഗിനോട് പോലും ഞാൻ യോജിക്കാത്ത ഒരാളാണ്. കാരണം ഒരു പാർവതി പറഞ്ഞതിന് കാര്യമുണ്ട്, ഇല്ലയെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അതൊക്കെ സിനിമയിൽ അനുവദനീയമാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ കാര്യം, ആ കസബ എന്ന് പറയുന്ന സിനിമ കണ്ടപ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു സീനാണ്. കാരണം ഒരു നായകൻ, ഒരു പോലീസുകാരനായിട്ടുള്ള നായകൻ മറ്റൊരു പോലീസുകാരുടെ ഈ പറഞ്ഞ പോലെ പടിക്കുത്തിന് പിടിക്കുകയും അത് വളരെ നല്ലൊരു കാര്യമാണ്, ഒരു നായകൻ ചെയ്യേണ്ട കാര്യമാണ്, വളരെ ഹീറോയിക് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നൊരു ധ്വനി സമൂഹത്തിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുന്നത് കറക്റ്റാണ്. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണല്ലോ. കാരണം അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടാകാം. കാരണം ഒരു നായകൻ എന്ന് പറയുന്ന എല്ലാ ശരികളും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നൊരു കാര്യമില്ല എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടാവും ഒന്ന്. രണ്ടാമത്തത്, അന്ന് പാർവതി തിരുവോത്ത് പറഞ്ഞ അഭിപ്രായം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാനതിനെ നിശ്ചിതമായി വിമർശിച്ചാണ്. കാരണം മമ്മൂട്ടി അത് എതിർക്കേണ്ടതായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. മമ്മൂട്ടി അതെങ്ങനെയാണ് അതിനെ എതിർക്കുക? അദ്ദേഹം ഒരു നടനാണ്, ഒരു സംവിധായകനോ അല്ലെങ്കിൽ നിതിൻ രഞ്ജി പണിക്കറോ ആരെങ്കിലും എഴുതി വെച്ചിട്ടുള്ളൊരു കഥാപാത്രം അദ്ദേഹം വന്ന് അഭിനയിക്കുകയാണ്, അല്ലാതെ അദ്ദേഹം അവിടെ ഒരു തിരക്കഥ എഴുതുമല്ലോ ഒന്ന്. രണ്ടാമത്തത്, അങ്ങനെ ഒരു കഥാപാത്രമാണത്. അതായത് തെറ്റും ശരികളും എല്ലാം കൂടിക്കലർന്നിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ആ കഥാപാത്രം നമ്മുടെ സമൂഹത്തിൽ ഉള്ളിടത്തോളം കാലം അതിനെ അവിടെ ആവിഷ്കരിക്കപ്പെടും എന്നുള്ള കാര്യത്തിലൊന്നും എനിക്കൊരു തർക്കവും ഇല്ല. മനസ്സിലായോ? ഇപ്പോൾ ദ വയലൻസ് എന്ന് പറയുന്ന, സ്റ്റോപ്പ് വയലൻസ് എന്ന് പറയുന്ന പൃഥ്വിരാജിൻ്റെ സിനിമയിൽ ഒരു DYSP ഒരു ഗുണ്ടാ സംഘത്തിൻ്റെ നേതാവായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ DYSPക്കാരൊക്കെ കൂടി വന്നിട്ട് പറയുകയാണ്, അയ്യോ മറ്റേ എല്ലാം ഇവിടുത്തെ കേരളത്തിലെല്ലാം പോലീസുകാർ കൂടിയുണ്ട്, ഞങ്ങളങ്ങനെ ചിത്രീകരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അതിലർത്ഥമില്ല. കാരണം എന്ന് വെച്ചാൽ പിന്നീടാണ് ഷാജി എന്ന് പറയുന്ന ഒരു DYSP വള്ളൂർത്തിയിൽ നിന്ന് അറസ്റ്റിലാവുന്നതും ഇത്തരത്തിൽ ഗുണ്ടാ സംഘങ്ങളായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്നതും അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് അടുപ്പമുണ്ടായിരുന്ന ഒരാളെ കൊലപ്പെടുത്തി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സിനിമകളിൽ പലപ്പോഴും വരുന്നത് ഇപ്പം ഇനി അടുത്തൊരു കാര്യം പറയാം, ഈ അടുത്ത് നടന്നിട്ടുള്ള, അതായത് ആന്റണി രാജുവിൻ്റെ ജെട്ടി മോഷണ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള കേസിൽ യഥാർത്ഥത്തിൽ ആനവാൽ മോതിരം എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നത് ഈ സംഭവം നടന്ന 1 കൊല്ലത്തിന് ശേഷമാണ് TU ദാമോദരൻ അത്തരത്തിലുള്ളൊരു കഥ എഴുതുന്നത്. അപ്പോൾ അത് എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അതിനകത്ത് ഉണ്ടാകാം. അതാണ് ഇതിൻ്റെ ആദ്യത്തെ എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഗൗതം പറഞ്ഞ പോലെ ഈ ടോക്സിക് എന്ന് പറയുന്ന സിനിമയിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ ആളുകളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. കാരണം ഗീതു മോഹൻദാസ് സൈഡിലിരുന്ന് സെയ്റ്റ് എന്ന് പറഞ്ഞതിനെയും പാർവതി തിരുവോത്തിനൊപ്പം നിന്നതിനെയും ഒക്കെ ഇവർ വലിയ വെഞ്ചൻസോടുകൂടി ഇത്ര കാലം കാണുകയും എന്നിട്ട് വന്യഭാഷയിൽ ചെന്ന് ഗീതു മോഹൻദാസ് ഒരു സിനിമ എടുത്തപ്പോൾ തന്നെ കണ്ട നിലപാട് മാറിയില്ലേ, അങ്ങനെ മാറിയില്ലേ, ഇങ്ങനെ മാറിയില്ലേ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തെ ആ സിനിമ പുറത്തേക്ക് ഇറങ്ങിയില്ല, ആ സിനിമയിൽ അതെങ്ങനെയാണ് കാണിച്ചതെന്ന് നമുക്കറിയില്ല. അത് യഥാർത്ഥത്തിൽ യാഷിൻ്റെ കഥാപാത്രം വില്ലനാണോ നായകനാണോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അറിയാൻ പാടില്ല. അത് ഞാൻ പറഞ്ഞത് ഒരു ഹീറോയിക് പരിവേഷമുള്ള ഒരു ആളാണോ അതെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വിമർശനങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് നമ്മളൊരു അവധാനത പാലിക്കേണ്ടതാണ്. ഞാനിതിനെക്കുറിച്ച് ആദ്യം ഞാനൊരു വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ വേണ്ടെന്ന് വെച്ചതാണ്. കാരണം എന്ന് വെച്ചാൽ ഈ സിനിമ ഇറങ്ങട്ടെ, സിനിമ ഇറങ്ങി ആ സിനിമ നമ്മൾ കാണട്ടെ, അതിന് ശേഷം എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. ഇതിൽ കുറ്റപ്പെടുത്തുന്ന ആളുകൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നു. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഈ ഫെമിനിസം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ലൈംഗികപരമായിട്ട് യാതൊരു താല്പര്യമില്ല, അല്ലെങ്കിൽ ലൈംഗികപരമായിട്ടുള്ള ഫാൻറ്റസീസ് അവർക്കില്ല, ഇതൊക്കെയാണ് ഫെമിനിസം എന്നൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരായിരിക്കാം ഒരു പക്ഷേ ഈ ട്രെയിലറിനെതിരെ കുറ്റം പറയുന്നത്. അല്ല, ഞാൻ അതുപോലും വിചാരിക്കുന്നില്ല ഗൗതം ഉദ്ദേശിച്ചതല്ല അതിൻ്റെ കാര്യം. യഥാർത്ഥത്തിൽ ഈ ട്രെയിലറിനെതിരെയുള്ള വിവാദം കേരളത്തിൽ അത് സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ ചില കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ മുഴുവൻ പറയുന്നില്ല, കാരണം അത് സൃഷ്ടിക്കപ്പെട്ടതാണ്. അതിൻ്റെ കാരണം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇതില്ലായിരുന്നുവെങ്കിൽ ഈ സിനിമ അത്രത്തോളം ചിലപ്പോൾ പോപ്പുലറായി ഇവിടെ അറിയപ്പെടില്ലായിരുന്നു.
മനസ്സിലായോ? പക്ഷേ സിനിമകൾക്ക് എപ്പോഴും വിവാദം ഉണ്ടാകുന്നത് ഇപ്പോൾ പത്മിനി എന്ന് പറയുന്ന സിനിമ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ വിവാദങ്ങളും ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ അങ്ങോട്ട് കാശ് കൊടുത്ത് നിങ്ങൾ ഈ വിവാദം ഉണ്ടാക്കിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് വിവാദം ഉണ്ടാകുന്നതാണ്. ആ വിവാദം ഉണ്ടായാലുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമയുടെ പോപ്പുലാരിറ്റി കുറേ കൂടി കൂടും. പക്ഷേ ഈ സിനിമയുടെ കാര്യത്തിൽ നമുക്ക് ലോജിക്കലി ഒരു കാര്യം ചിന്തിക്കാം, ഇത് യാഷിൻ്റെ സിനിമയാണ്, അല്ലെങ്കിലും ചിലപ്പോൾ മറ്റ് സ്റ്റേറ്റുകളിൽ ഹിറ്റാകാൻ പോകുന്നൊരു സിനിമയാണ്, അപ്പോൾ കേരളത്തിലെ പോലെ ചെറിയൊരു മാർക്കറ്റിൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് ചിന്തിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് അവിടെ നിൽക്കുന്നത്. ചിലപ്പോൾ ഇത് ഒറിജിനലായിട്ട് ഉണ്ടതായിരിക്കും. രണ്ടാണെങ്കിലും ഇതിൻ്റെയൊന്നും ആവശ്യമില്ല. അതായത് ഒരു ഗീതു മോഹൻദാസ് ഒരു 4 കൊല്ലം മുമ്പ് ഒരു അഭിപ്രായം പറയുന്നു, അത് എടുത്തു വെച്ച് നമ്മളിപ്പോൾ വെഞ്ചൻസ് കൂടി കാത്തിരിക്കുന്നു. ആ കാത്തിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ട്രെയിലർ ഇറങ്ങുമ്പോൾ തന്നെ അത് തുടങ്ങുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ പ്രശ്നമുണ്ട്. കാരണം എന്ന് വെച്ചാൽ മറ്റതിൽ പാർവതി തിരുവോത്ത് പറഞ്ഞൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ കാണിക്കാം, ഒരാളുടെ മണിക്കുത്ത് കയറി പിടിക്കുന്നത് കാണിക്കാം, പക്ഷെ അതൊരു നായകനാവുകയും അയാൾ ചെയ്തൊരു ആക്ട് വളരെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് കാണിക്കുകയും ചെയ്യുന്നത് സമൂഹത്തിലേക്ക് തെറ്റായ സന്ദേശം നൽകുമെന്നാണ്. ഇതിനകത്ത് നമുക്കൊരു ട്രെയിലർ കണ്ടിട്ട് എങ്ങനെയാണ് ഗൗതം അങ്ങനെയൊക്കെ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയും? ഒരു ഷോട്ട് ഉണ്ടല്ലോ അതിൽ. അല്ല, എൻ്റെ ആ ഷോട്ട് ഉണ്ട്. ഇപ്പൊ ആദ്യത്തെ ടീസർ ഇതിന്റെ വന്നിട്ടുണ്ടായി, അന്ന് മുതലേ ഇത് വിവാദത്തിലായി. ആ ടീസറിൽ ഒരു ബാറിൽ ഒരു സ്ത്രീയുടെ ദേഹത്ത് ഒഴിച്ചുകൊണ്ടുള്ള ഒരു പ്രണയരംഗം, അതാണ് സത്യത്തിൽ ഗൗതം അറിയേണ്ടത്. ഒന്നില്ലെങ്കിൽ ഇത് ഫാബ്രിക്കേറ്റഡ് ആയി ജനറേറ്റ് ചെയ്തൊരു വിവാദമാണ് ഒന്ന്, അല്ലെങ്കിൽ ഇത് വിവാദമാകുമെന്ന് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഈ കട്ടുകൾ വെച്ചിട്ട് ഇത് വിട്ടേക്കണതാണ്. അങ്ങനെ വിടുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു 5 കോടി രൂപ കൊടുത്താൽ കിട്ടാത്ത പബ്ലിസിറ്റി ഈ ചിത്രത്തിന് ഇപ്പം തന്നെ എന്ത് ചെയ്ത് കഴിഞ്ഞു. അല്ല, ഇതിൻ്റെ അടിസ്ഥാന വിഷയം എന്ന് പറയുന്നത് ഈ പാർവതി തിരുവോത്തും ഗീതു മോഹൻദാസൊക്കെ നേരത്തെ എതിർത്തുകൊണ്ടിരുന്നത് പുരുഷാധിപത്യത്തിനെതിരെയാണ്. ഈ ട്രെയിലറുകളിൽ ഏറ്റവും കൂടുതൽ മുഴച്ചു നിൽക്കുന്നത് പുരുഷാധിപത്യമാണ്. ആ പുരുഷാധിപത്യത്തെ ഈ ട്രെയിലറിൽ ഗ്ലോറിഫൈ ചെയ്യുകയാണ്, അതാണ് പ്രശ്നം. ഈ പാർവതി തിരുവോത്തിനൊക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അറിയേണ്ടത് ചില കാര്യങ്ങളിൽ അവർക്ക് വലിയ ധാരണ പിശകുകളുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാൻ പാടില്ല. ഇപ്പം യഥാർത്ഥത്തിൽ എനിക്ക് വേണ്ട മറ്റേ ഇപ്പോൾ പുതിയ സിനിമ എടുക്കുന്ന, ഞാൻ പേര് വിട്ടുപോയി, ആ സംവിധായകൻ്റെ സിനിമയിൽ ഇസ്ലാമോ ഫോബിയാണ് കാണിക്കുന്നത് എന്നൊക്കെയുള്ള മാലിക്കിലടക്കം, എനിക്കോടെ മാലിക് സിനിമയിലൊക്കെ അടക്കം മഹേഷ് നാരായണൻ്റെ സിനിമയിൽ ഇസ്ലാമോ ഫോബിയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ മമ്മൂട്ടി ഇത് വേണ്ടെന്ന് പറയേണ്ടതല്ലേ എന്നൊക്കെ പറയുന്ന ചില നമ്പറൊക്കെ ഇറക്കിയിരുന്നു. അതാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്, അതൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ പാർവതി തിരുവോത്തൊക്കെ അത്രമാത്രം ധാരണകളില്ലാതെ പറഞ്ഞതാണ്. പോയിന്റ് ഇതാണെന്ന് നമുക്ക് മനസ്സിലാവും, പക്ഷേ ആ പോയിന്റിനനുസരിച്ച് ഒരു കഥാപാത്രം ഉണ്ടാക്കണം എന്നൊന്നും നമ്മളൊരു കലാകാരനോട് പറയുന്നത് കറക്റ്റായിട്ടുള്ള കാര്യം അല്ല. സമൂഹം യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു കാര്യത്തെ തള്ളിക്കളയുകയും അത് വേണ്ടെന്ന് വെക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരിക്കലും അതെന്ത് ഉണ്ടാവില്ല. അല്ലാതെ സമൂഹത്തിൻ്റെ പരിച്ഛേദമായിട്ടുള്ള കഥാപാത്രങ്ങൾ ഉറപ്പായിട്ടും അതിനകത്ത് എന്ത് ചെയ്യും, സൃഷ്ടിക്കപ്പെടും. മനസ്സിലായോ? അതുണ്ടാകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനെ നമുക്ക് വിമർശിക്കാം. പക്ഷെ അതിനെ വിമർശിക്കുന്നതിന് അപ്പുറത്തേക്ക് ആ സിനിമയെ വിമർശിക്കാം, അതിൽ ആ കഥാപാത്രത്തെ വിമർശിക്കാം, അതിൻ്റെ നിതിൻ രഞ്ജി പണിക്കർ എഴുതി വെച്ചതിന് വിമർശിക്കാം. പക്ഷെ അതിനെല്ലാത്തിനും അപ്പുറത്തേക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരാൾ അത് ചെയ്യാൻ പാടില്ലായിരുന്നു വിമർശിക്കുന്നതിൻ്റെ പിന്നിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു അറ്റൻഷൻ സീക്കിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിലൊന്നും ഒരു അർത്ഥമില്ല. അത് ഗൗതം പറഞ്ഞ പോലെ അത്തരത്തിൽ ചില അബദ്ധ ധാരണകളൊക്കെ ഇവർക്ക് പലർക്കും ഉണ്ട്. അതിപ്പോൾ മുഴുവനായിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ സിനിമ കണ്ടാലേ എന്ത് ചെയ്യാൻ പറ്റും. ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, നിലവില് ടീസറും പുറത്തു വന്നു, ട്രെയിലറും പുറത്തു വന്നു. അതില് മെയിൽ പുരുഷാധിപത്യം എന്ന് പറയുന്ന ഒരു സാധനത്തെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. അത് ഗ്ലോറിഫൈ ചെയ്യുന്നു എന്ന് മാത്രമല്ല, ആ പുരുഷാധിപത്യത്തെ ഇഷ്ടപ്പെടുന്ന സ്ത്രീ അത് എടുത്ത ആ സംവിധായിക എന്ന് പറയുന്നത് ഫെമിനിസത്തിന് വേണ്ടി വാദിച്ച ഒരു സംവിധായിക. എൻ്റെ പൊന്നു ഗൗതം, ഇത്രയൊന്നും നമ്മൾ കടന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞേക്കാം, മോഹൻലാലിന് ഒരു ഡേറ്റ് കിട്ടുന്നു എന്ന് പറയുന്നു, അദ്ദേഹം പറയുന്നു ഒരു കഥയുണ്ട്, ഇത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അതിനനുസരിച്ച് സിനിമ എടുക്കുക എന്നുള്ളതേ സിനിമാ ഫീൽഡിൽ നിൽക്കാനായിട്ട് സഹായമാവും. പറഞ്ഞോട്ടെ, യാഷ് എന്ന് പറയുന്ന പോലൊരാളെ വെച്ച് സിനിമ എടുക്കുമ്പോൾ അത് പുരുഷാധിപത്യ സിനിമയായിരിക്കില്ല, പകരം അത് എന്തായിരിക്കും, പറഞ്ഞപോലെ ഹീറോയിന് ഉയർത്തിക്കാട്ടുന്നത് സിനിമയായിരിക്കും എന്നൊക്കെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. ഇവർക്കൊക്കെ അത്രക്കൊക്കെയുള്ള ബോധമുള്ളൂ, അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും നിലപാടുകളിലൊന്നും ഉറച്ചിരിക്കാൻ കഴിയില്ല സിനിമയിൽ. അതൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മളത് വിട്ടേക്കണം എന്നാണ് പറയുക. ഇപ്പം ഞാനടക്കം വിമർശിച്ചിട്ടുണ്ട്, മഞ്ജു വാര്യരടക്കം. പക്ഷെ എനിക്കറിയാം മഞ്ജു വാര്യർ എന്ന് പറയുന്നത് സിനിമ ഇൻഡസ്ട്രിയിൽ അവർ നിൽക്കണമെങ്കിൽ അവർക്ക് ഇതിനെ എല്ലാത്തിനെയും കണ്ണടച്ച് എതിർത്തുകൊണ്ടൊന്നും നിൽക്കാൻ കഴിയില്ല. അത്രയുള്ള അതിൻ്റെ കാര്യം. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ വിഷയം തന്നെ ഗൗതത്തോട് ചോദിച്ചപ്പോൾ ഇത് എടുക്കണോ എന്ന് ചോദിച്ചത്. അതുകൊണ്ടാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അത്രത്തോളം ഉള്ളൂ. അത് കറക്റ്റാണ്, ഗൗതം പറഞ്ഞപ്പോൾ കറക്റ്റാണ്. അവർ അത്ര ബോധമില്ലാതെ
ചിലപ്പോൾ നേരത്തെ ഒരു വലിയ ആദർശത്തിൻ്റെ അടുത്ത് വേറൊരുത്തരൊക്കെ അഭിനയിക്കുമ്പോൾ മമ്മൂട്ടി അപ്പുറത്തെ കസബയിൽ അഭിനയിക്കുമ്പോൾ ഇതുപോലെ അഭിപ്രായം പറയാം. സ്വന്തമായ ഒരു സിനിമ കിട്ടുമ്പോൾ അതും ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി അവസരം കിട്ടുമ്പോൾ യാഷ്ട്ര പോലുള്ള ഡേറ്റ് കിട്ടുമ്പോൾ അയാളെ വെച്ചിട്ട് എന്ത് ചെയ്തേക്കാം, പതേർ പാഞ്ചാലി പോലെയോ അല്ലെങ്കിൽ മറ്റു വേറെ ഏതെങ്കിലും പോലെയോ ഒരു സിനിമ എടുത്തേക്കാം വിചാരിക്കാൻ പറ്റില്ല. ഇതിന്റെ ഒന്നാമത്തെ കാര്യം, ഈ സിനിമയുടെ പേര് തന്നെ ടോക്സിക് എന്നാണ്, വിഷാംശം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഈ നിലവിൽ നമ്മുടെ നാട്ടിൽ ടോക്സിക് റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ബന്ധങ്ങളെ പ്രശ്നത്തിലാക്കുന്നത്, അത്തരത്തിലുള്ള ചർച്ചകൾ, ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് ഒരാൾ എങ്ങനെയാണ് വിച്ഛേദിച്ച് വരേണ്ടത്, ഈ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ ടോക്സിക് എന്ന പേരും വെച്ച് അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ടോക്സിക് കഥാപാത്രമുള്ള ഒരു പുരുഷൻ എന്ന് പറയുന്നത് എന്തോ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിൽ കാണിക്കുന്നത്. അപ്പോൾ നിലവിൽ ഇത് ഒരുപാട് ആളുകൾ, ഏതാണ്ട് 87 മില്യൺ ആളുകൾ അത് കണ്ടു കഴിഞ്ഞു. അപ്പൊ ഇത് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യില്ലേ? അല്ല, ഇവിടെയാണ് ഗൗതത്തിന്റെ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞത്. ഇപ്പൊ മൃഗയ എന്ന് പറയുന്ന ഒരു സിനിമ ഗൗതം കണ്ടിട്ടുണ്ടോ? ആ മൃഗയ എന്ന് പറഞ്ഞ സിനിമയിൽ ഇവൻ ശരിക്കും പറഞ്ഞാൽ പള്ളിയിലച്ഛനോട് ചെന്നിട്ട് പറയുന്ന ഒരു രംഗമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും ഇവന് പറ്റാണ്. ആ പറ്റെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു സ്ത്രീ ഉണ്ട്. ആ സ്ത്രീ ഏത് തരക്കാരിയാന്ന് പറയേണ്ട, അവിടുത്തെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയുടെ അടുത്ത് പോലും ഇവന് പറ്റാണ്, ഇവൻ അച്ഛൻ തരുമെന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, പോരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ മൃഗയുടെ ആ ഫസ്റ്റ് പാർട്ടുകളെല്ലാം കട്ട് ചെയ്ത് കൃത്യമായിട്ട് അങ്ങോട്ട് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയുള്ള വിമർശനം ഉണ്ടാവും. കാരണം വലിയ പ്രതിലോമകരമായ സിനിമയാണെന്നൊക്കെ തോന്നും. പക്ഷേ അതിൻ്റെ അവസാനം എന്താണ് കാണിക്കുന്നത്? അവസാനം കാണിക്കുന്നത് അയാൾ ഇതെല്ലാം വിട്ട് മാറുകയും വളരെ നല്ലൊരു മനുഷ്യനായി തീരുകയും ഒക്കെ ചെയ്യുന്ന കഥയാണ്. അങ്ങനെയാണെങ്കിൽ രഞ്ജിത്തിന്റെ ദേവാസുരത്തിന് നിങ്ങൾ കുറ്റം പറയാൻ പാടില്ല. ദേവാസുരത്തെ കുറ്റം പറയാൻ പാടില്ല. അവസാനം ഈ നീലകണ്ഠൻ എന്ന് പറയുന്ന കഥാപാത്രം മാറുകയാണ്. അല്ല, അവിടെ അങ്ങനെ ഒരു വിഷയം നീലകണ്ഠൻ മുഴുവനായിട്ടും മാറുന്നില്ല. അത് വേണമെങ്കിൽ നമുക്ക് പ്രത്യേക ചർച്ചയ്ക്ക് എടുക്കാം. നീലകണ്ഠൻ മുഴുവനായിട്ട് തുടക്കം തന്നെ നീലകണ്ഠൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം അപ്പോഴും മാറുന്നില്ല. നീലകണ്ഠൻ അപ്പോഴും ഒരു ഫ്യൂഡലിസ്റ്റിക് ആയിട്ടുള്ള വ്യവസ്ഥകളിൽ പിടിച്ച് തൂങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. ഞാൻ പറയുന്നത് ആ കഥാപാത്രത്തെ ഞാൻ കണ്ടിട്ട് സിനിമ കണ്ടിട്ടുള്ളതാണ്, ഞാൻ ആസ്വദിച്ചിട്ടുള്ളതാണ്. ഞാൻ ആ സിനിമ എടുത്തത് മോശമായി പോയി എന്നൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞു വന്നൊറ്റ കാര്യമുള്ളൂ. ഞാൻ പറഞ്ഞു വന്ന എനിക്ക് സ്ത്രീവിരുദ്ധ സിനിമ, നാട്ടിൽ സ്ത്രീവിരുദ്ധ നടക്കണമെങ്കിൽ സ്ത്രീവിരുദ്ധ സിനിമ എടുക്കുന്നതിനും തെറ്റില്ലെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അറിയേണ്ടത് അദ്ദേഹത്തിൻ്റെ ഒരു സീരീസോ ഒരു പരമ്പരയായി അദ്ദേഹം എഴുതിയിട്ടുള്ള സിനിമകളിലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഐഡിയോളജികളും ഇതൊക്കെ കടന്നു വന്നിട്ടുണ്ട് എന്ന് പറയുന്ന വിമർശനമാണ് ഞാൻ ഉന്നയിച്ചത്. പക്ഷെ ഷാജി കൈലാസിന്റെ ഏതെടുക്കുമ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീപക്ഷ സിനിമ എടുത്ത സംവിധായകരിൽ ഒരാൾ, എഴുതിയ ഒരാൾ രഞ്ജിത്താണെന്ന് ഞാൻ പറയും. അല്ല, സിനിമ അതൊക്കെ വേറെ ഡിബേറ്റബിൾ ആയിട്ടുള്ള ഇഷ്യൂ ആണ്. കാരണം താങ്കൾ അതിൽ പറഞ്ഞുകൊണ്ട് ഞാനത് ഒരു ഇത് പറഞ്ഞല്ലേ ഉള്ളൂ. ഗൗതം പറയുന്നത് ഏതർത്ഥത്തിലാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം ഈ രഞ്ജിത്തിൻ്റെ സിനിമകളൊക്കെ അങ്ങനെ പഠിക്കപ്പെടേണ്ടതാണെന്ന് പറയുന്ന തോന്നൽ പോലും എനിക്കില്ല. അതുകൊണ്ട് അതൊക്കെ വിട്ടേക്ക്. ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അയാളുടെ ഒരു ആകത്തുക, അയാളുടെ സിനിമ കരിയറിനുള്ള ആകത്തുകയാണ് ഞാൻ വിമർശിച്ചത്. അല്ലാതെ ഏതെങ്കിലും ഒരു കഥാപാത്രം മീശ ഭരിക്കുന്നതോ നീ എൻ്റെ കൂടെ പോരുന്നോ എന്നൊക്കെ ചോദിക്കുന്നതോ അതൊക്കെ ഈ നാട്ടിൽ സിനിമകളിൽ ഉള്ളതാണ്. ഇപ്പോൾ സ്വപ്നക്കൂട് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു എന്ത് ചെയ്യുന്നുണ്ട്, മറ്റേ കാഞ്ഞിരപ്പള്ളിയിൽ എന്തുമ്പോൾ നീ എൻ്റെ കൂടെ പോരാമോ എന്ന് ചോദിക്കുന്നത്, അതൊക്കെ ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അത് അവരെടുത്തു വെക്കുന്നതിന് നമുക്ക് ഒരു സിനിമ എടുക്കാമെന്ന് സംവിധായകനോ എഴുത്തുകാരനോ ഭയങ്കരമായ മറ്റേ ഐഡിയോളജിക്കൽ ബേസ് ഉണ്ടാവണം, അവൻ വലിയ നിലപാട് തറയുണ്ടാവണമെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അതിലൊന്നും അർത്ഥമില്ലെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ പറഞ്ഞു വന്ന ഒറ്റ കാര്യമുള്ളൂ. ഒന്ന്, ഈ പറയുന്ന കസബയുടെ കാര്യത്തിൽ ഇവർ പറഞ്ഞ കമൻറ്റിനോട് തന്നെ ഞാൻ അനുകൂലിക്കുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതൊക്കെ ഓർത്ത് വെച്ചുകൊണ്ട് ഇപ്പോൾ ഈ വിമർശനം നടത്തുന്നത് യഥാർത്ഥത്തിൽ ഗീതു മോഹൻദാസിന് കുറച്ചുകൂടി എന്ത് ചെയ്യും, പോപ്പുലർ ആകാൻ വേണ്ടി സഹായിക്കും. സത്യത്തിൽ ഇനി ആളുകളോട്, വിമർശിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലും കൂടി വിമർശിക്കൂ, തമിഴിലും കന്നഡയിലും കൂടി വിമർശിക്കൂ എന്നാണ്. കാരണം എങ്കിലേ അവിടേക്ക് കൂടി ഇത് കത്തിപ്പെട്ടിട്ടുള്ളൂ. ഇല്ല, അവസാനമായിട്ടൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഈ ടോക്സിസിറ്റി എന്ന് പറയുന്ന ഒരു കൾച്ചർ നമ്മുടെ നാട്ടിൽ പെരുകി വരികയാണോ, അല്ലെങ്കിൽ അതിന് സ്വാധീനം കൂടുകയല്ലേ? ഇപ്പം ജയിലർ എന്ന് പറയുന്ന സിനിമയിൽ മോഹൻലാൽ ഒരു കഥാപാത്രത്തിൻ്റെ തലമണ്ട അടിച്ച് പൊട്ടിക്കുന്നു. അതായത് വയലൻസ് എന്ന് പറയുന്ന സംഭവം ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു, അതെന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ ആഘോഷിക്കപ്പെടുന്നു. അതിലെന്തെങ്കിലും കുഴപ്പങ്ങൾ കാണുന്നുണ്ടോ? അതായത് ഇപ്പം തന്നെ ഈ ട്രെയിലറിൻ്റെ താഴത്ത് വന്ന് തന്നെ പല കമൻറ്റുകൾ, ആ കമൻറ്റുകൾക്ക് കിട്ടുന്ന ലൈക്കുകൾ എന്ന് പറയുന്നത് ഇതെങ്ങനെയായിരിക്കും യുവജനങ്ങളെ സ്വാധീനിക്കുക, ആ സ്വാധീനപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏത് രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കും? ഇതിനകത്തൊക്കെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഗൗതം, ഇപ്പം ഈ വയലൻസ് ആളുകൾക്ക് ഇപ്പോഴും താല്പര്യമുള്ളൊരു മേഖലയാണ്.
ഇപ്പോൾ അധോലോക നായകന്മാരുടെ കഥകൾ അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ട് മുതൽ ഇത്തരത്തിൽ നിരവധി കഥകളൊക്കെ തന്നെ ആളുകൾക്ക് ഭയങ്കര താല്പര്യമുള്ള കാര്യമാണ്. അത് കണ്ടിട്ട് സിനിമ കണ്ടിട്ട് നാളെ മുതൽ ആരെങ്കിലും എന്ത് ചെയ്യോ മറ്റേ ആകും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അല്ല ഞാൻ വിചാരിക്കുന്നുണ്ട്, അങ്ങനെ ആവുന്നുണ്ടല്ലോ. അല്ല, അങ്ങനെ ആകുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ആര്യൻ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് നാട് വിട്ടുപോയ ആൾ എൻ്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ബോംബെ പോയി പണക്കാരനാകാന്ന് പറഞ്ഞ് എന്ത് ചെയ്താണ്, നാട് വിട്ടു പോയതാണ്. അപ്പോൾ അതൊക്കെ സംഭവിക്കാം. അതൊന്നും നമുക്ക് തടഞ്ഞു നിർത്താൻ കൃത്യമായിട്ട് കഴിയില്ല. മനസ്സിലായി? അത്രയുള്ള അതിൻ്റെ കാര്യം. അതൊക്കെ ഒരു കഥകളാണ്. അത്തരം കഥ ഇപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ഈ നാട്ടിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം താങ്കളുടെ അടുത്തിരുന്ന് ചർച്ച ചെയ്തിട്ടുള്ള ഇവിടുത്തെ അറിയപ്പെടുന്ന ഒരു ഗുണ്ടാ നേതാവായിട്ടുള്ള ഒരാൾ പറഞ്ഞ എന്താ, റീലുകളിലൂടെ ബാക്കിയുള്ളതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, റിക്രൂട്ട്മെന്റുകൾ നടക്കുന്നുണ്ട് അവർ. അപ്പോൾ ഇതൊക്കെ ഈ ഇനിയുള്ള കാലത്ത് എന്ത് ചെയ്യും, അത് സംഭവിക്കും. അപ്പോൾ അതൊന്നും ഇല്ലാത്ത ഒരു സിനിമ വരണം എന്നൊക്കെ നമ്മൾ ശാഠ്യം പിടിക്കുന്നത് വെറും മണ്ടത്തരമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് അതിനെ വിമർശിക്കാം, അതിവിടെ നിന്ന് സംസാരിക്കാം എന്നുള്ളതിനും അപ്പുറത്തേക്ക് അത്തരം കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. കുറേ കഴിയുമ്പോൾ ജനം അതൊക്കെ റിയലൈസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, മാറും. ഇപ്പോൾ ഒരു കാലത്ത് ഷക്കീലയുടെ സിനിമകൾ ഇവിടെ ഒരുപാട് ഓടിയിരുന്നു, ഇപ്പോൾ ഓടുന്നുണ്ടോ? ഇല്ല. ഒരു കാലത്ത് ഇതുപോലെയുള്ള ഇപ്പോൾ ഈ ഉണ്ണി മൂന്നൻ്റെ സിനിമ തന്നെ കഴിഞ്ഞ ദിവസം എന്ത് ചെയ്തു, ഈ തിയേറ്ററിൽ വന്ന് വലിയ ഹിറ്റായൊരു സിനിമയുണ്ട്. ആ ഹിറ്റായ സിനിമ കണ്ടതിന് ശേഷം ഞാൻ ഞെട്ടിപ്പോയത്, എൻ്റെ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യുന്ന വളരെ ശാന്ത സ്വഭാവമായിട്ടുള്ള ഒരുത്തൻ എന്നോട്, ഞാൻ മാരിറ്റിൽ വെച്ച് ഉണ്ണിമൂന്നനെ കണ്ടിരുന്നു. അപ്പോൾ ഉണ്ണിമൂന്നനെ കണ്ട കാര്യം ഞാൻ ബൈ ചാൻസിന് ഉണ്ണിമൂന്നൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് ഇവനോട് പറഞ്ഞപ്പോൾ ഇവനോട്, സാർ എന്നെ ഒന്ന് വിളിക്കാൻ പാടില്ലതാ, ഞാൻ വന്ന് ഒരുമിച്ചൊരു ഫോട്ടോ എനിക്ക് എന്ത് എടുക്കണമായിരുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാർക്കോ എന്ന സിനിമ കണ്ടിട്ട് അവന് തോന്നിയ ആരാധനയാണ്. അവൻ്റെ സ്വഭാവവും ഈ പറയുന്ന കാര്യമായിട്ട് ഒരു പൊരുത്തവും ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ വഴക്കൊക്കെ പറഞ്ഞാൽ വളരെ കൂളായിട്ട് കേൾക്കുന്ന ഒരുത്തനാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ, വയലൻസ്, ഇതൊക്കെ എല്ലാ കാലത്തും ജനങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു ചെറിയ പ്രായത്തിൽ കുട്ടികളൊക്കെ എന്ത് ചെയ്യും, തോക്കെടുത്ത് കളിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് മുതൽ തുടങ്ങുന്ന ജനറ്റിക്കായും ഈ പറഞ്ഞ സൈക്കോളജിക്കലായിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ അതിനുണ്ട്. അതൊക്കെ ഉള്ളപ്പോഴും ഇതിൽ നിന്ന് ഒരു സമൂഹം എന്ത് ചെയ്യും, മാറി നടക്കും. വളരെ താങ്കൾ പറഞ്ഞ പോലെ ന്യൂനപക്ഷമായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ ഇതിൽ സ്വാധീനം ചെലുത്തി പോയേക്കാം. അതൊന്നും ഇനി തടുക്കാൻ പറ്റില്ല. എന്താ കാര്യം എന്ന് പറഞ്ഞുതരാം. വെബ് സീരീസിൽ ഇതിനേക്കാൾ വലുതാണ് എന്ത് ചെയ്യുന്നത്, വെബ് സീരീസുകളും ഇന്റർനാഷണൽ. താങ്കൾ പറഞ്ഞു വരുന്നത് പുരുഷന് താഴെ തന്നെയാണ് സ്ത്രീ, അതിന് മുകളിലൊന്നുമല്ല. ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഈക്വൽ ആണെന്നാണ്. പുരുഷന് താഴെയാണ് സ്ത്രീ എന്നോ സ്ത്രീക്ക് താഴെ പുരുഷനാണെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഓക്കെ, അതൊന്നും ഈ നമ്മുടെ ടോപ്പിക്കല്ല. താങ്കൾ ഈ പറഞ്ഞതിൽ നിന്ന് എങ്ങനെയാണ് ഇത്തരം ഒരു നിഗമനത്തിലേക്ക് എത്തിയതെന്ന് അറിയാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. താങ്കളുടെ തലച്ചോറ് പരിശോധിക്കാം. ഞാൻ അനുകൂലിച്ചതല്ല, ഞാൻ വളരെ കൃത്യമായി പറഞ്ഞത് നമ്മുടെ നാട്ടിൽ സിനിമയോ നാടകമോ തെരുവ് നാടകമോ കോമഡികളിലോ ഒക്കെ തന്നെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന എല്ലാ ഈവിൾസും വരും. അത് മാത്രമായി കണ്ട് എതിർത്തിട്ട് കാര്യമില്ലെന്നാണ് പറഞ്ഞത്. അത്രേ ഉള്ളു കാര്യം. നാളെ ഇപ്പോൾ ഒരു MLA വെച്ച് ഇനി സിനിമ എടുക്കാൻ വന്നാൽ ചിലപ്പോൾ അതിൽ എന്ത് ചെയ്യും, 3 ബലാത്സംഗങ്ങൾ വന്നേക്കാം. അപ്പോൾ ഒരു MLA അങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞ് 150 MLA കൂടി സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. എന്തായാലും നിലവിൽ പുറത്തു വന്ന ടീസറും ട്രെയിലറും അനുസരിച്ചിട്ട് ടോക്സിസിറ്റിയെ അല്ലെങ്കിൽ മെയിൽ ഡോമിനൻസിനെ, പുരുഷാധിപത്യത്തെ ഗീതു മോഹൻദാസ് എന്ന് പറയുന്ന സംവിധായിക ഗ്ലോറിഫൈ ചെയ്യാണ്. ഒരു തർക്കമില്ല കാര്യത്തിൽ, ഒരു തർക്കമില്ല. മെയിൽ ഡോമിനൻസിനെ, പുരുഷാധിപത്യത്തെ അതിനെതിർത്തെ ഒരു കാലത്ത് എതിർത്ത ഗീതു മോഹൻദാസ് പാൻ ഇന്ത്യൻ സിനിമയായിട്ട് വന്നിട്ട് ഗ്ലോറിഫൈ അല്ല. അങ്ങനെ പറഞ്ഞാലാണ് മിസ്റ്റർ ഗൗതത്തിന് കുറച്ച് സന്തോഷം പറഞ്ഞോളൂ. കാരണം അതാണ് നിലവിൽ വന്ന ട്രെയിലറും ടീസറും. ഞാനൊരു കാര്യം തിരിച്ചു പറയാം. നാളെ ഈ പറയുന്ന പോലെ ഈ യാഷ് അടക്കം അല്ലെങ്കിൽ മറ്റേ വിജയ് അടക്കം രജനീകാന്ത് അടക്കം ഇവരുടെ ആരുടെയെങ്കിലും ഡേറ്റ് കിട്ടിയാൽ, നാളെ ഇനിയിപ്പോൾ ഞാനൊരു സംവിധായകനാണോ എന്ന് വിചാരിച്ചാൽ അവരുടെ ഡേറ്റ് കിട്ടിയാൽ അവിടെ ഒരു പുരുഷാധിപത്യ സിനിമയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇനി സിനിമയൊന്നും കാണേണ്ട കാര്യമില്ല. എനിക്കത് 100% ഉറപ്പാണ്. ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. അത് പുരുഷാധിപത്യ സിനിമയായിരിക്കും. കാരണം നമ്മുടെ സമൂഹം അങ്ങനെയാണ് നിൽക്കുന്നത്. അല്ലാതെ അവിടെ അതിനപ്പുറത്തേക്ക് മറ്റേ വിജയശാന്തിയുടെ പോലെയുള്ള സിനിമയൊന്നും എടുക്കാൻ ഒരു സ്കോപ്പുമില്ല എന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് എന്ത് ചെയ്യാം, അറിയാം. പുരുഷാധിപത്യമാണ് വിജയിക്കുന്നത്. വിജയിക്കുന്നതല്ലേ സിനിമകളിലതാണ്, നാട്ടിലതാണ്. പിന്നെ സിനിമകളിൽ അതില്ലാതിരിക്കുമോ? ആണുങ്ങൾ ജോലിക്ക് പോവുകയും സ്ത്രീകൾ വീട്ടിൽ കുക്ക് ചെയ്യുകയും ചെയ്യുന്നതല്ലാതെ ഏതെങ്കിലും സിനിമയിൽ നേരെ സ്ത്രീകൾ ജോലിക്ക് പോവുകയും ആണുങ്ങൾ കുക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ 100 സിനിമ എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരെണ്ണം വരും. അങ്ങനെ ബാക്കി 99 സിനിമകളിലും മറ്റേതേ വരുള്ളൂ. സ്ത്രീ ചായ കൊണ്ട് കൊടുക്കുന്നേ വരുള്ളൂ. അതിൽ നമ്മൾ അത്ഭുതപ്പെട്ട് കാര്യമില്ല. അത് നാട്ടിൽ അങ്ങനെയാണ് സിറ്റുവേഷൻ. അതേസമയം അമേരിക്കൻ സിനിമകളിൽ നമ്മളത് കാണൂല. മനസ്സിലായ? സ്പെയിനിൽ കാണൂല. അപ്പം അതിപ്പോൾ അങ്ങനെയാണ് നാട്ടിൽ നിലനിൽക്കുന്നത്. അവർക്ക് എടുക്കാൻ പറ്റും. അല്ലാതെ അവർ ഭയങ്കര വിപ്ലവകാരികളും അവർ ഇതിനെല്ലാം മാറ്റിമറിക്കാൻ തക്ക ഭയങ്കര പുരോഗമനവാദികളായിട്ടുള്ള കലാകാരന്മാരൊന്നും വിചാരിക്കരുത്. എങ്ങനെയെങ്കിലും ഒരു സിനിമ എടുത്ത് ആ കരിയറിലൊന്ന് രക്ഷപ്പെടുത്ത് അടുത്ത ആരുടെയെങ്കിലും 4-5 ഡേറ്റ് അതിൽ നിന്ന് പണം ഉണ്ടാക്കി 4 ചെറുതടിച്ച് വീട്ടിൽ പോയി ഇരിക്കുക എന്നുള്ളതല്ല. അത് വേറെ കാര്യമൊന്നുമില്ല.